പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് 4 വിശ്വാസ സത്യങ്ങളുണ്ട്. എത്ര വിശ്വാസ സത്യങ്ങളുണ്ട്? 4 വിശ്വാസ സത്യങ്ങൾ 4 പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളത്. പിന്നെ അപദാനങ്ങളുണ്ട്, നമുക്കത് ധ്യാനിക്കാം. നമ്മളിത് പരിശുദ്ധ അമ്മയുടെ സഭ ഉദ്ദേശിക്കുന്ന സ്ഥാനം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അങ്ങനെയൊക്കെ പലതും പറയും. ചിലത് തെറ്റായി പഠിപ്പിക്കും, ചിലത് ശരിയായി പഠിപ്പിക്കുമെങ്കിലും എന്താണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ പഠിപ്പിക്കും. ഇതൊരു വസ്തുതകളെക്കുറിച്ച് വ്യക്തമായൊരു പിക്ചർ, വ്യക്തമായൊരു ചിത്രം നമുക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭയിൽ ആദ്യമായിട്ടുണ്ടായ വിശ്വാസ സത്യം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവ് എന്നതാണ്. എന്താണ് പരിശുദ്ധ കന്യാമറിയം? ദൈവമാതാവ്. ഇത് പഠിച്ചോ? പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവ്. ബൈബിളിൽ ഇത് കാണുന്നത് എവിടെയാണ്? ബൈബിളിലില്ലേ? മറിയം എലീശാമ്മയുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എലീശാമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എന്തു പറഞ്ഞു? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ ഭാഗ്യവതി. ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാമത്തെ വചനം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? വചനം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42, 43. അപ്പോൾ ഇതെപ്പോഴാണ് എലീശമ്മ ഇത് പറയുന്നത്? എലീശമ്മ ആരാണെന്നറിയോ? മറിയത്തിൻ്റെ ആരാ എലീശമ്മ? ഇളയമ്മയാണ്. അമ്മയുടെ അനിയത്തിയേക്കിട്ട് വരും. അങ്ങനെ ഇളയമ്മയുടെ അരികിലേക്ക് കൊച്ചുമോൾ ചെല്ലുമ്പോൾ കൊച്ചുമോളെ നോക്കിയിട്ട് എലിസബത്ത് വിളിക്കുമ്പോൾ കർത്താവിൻ്റെ അമ്മ, അതായത് കല്യാണം ഉറപ്പിച്ചിട്ടുള്ളൂ, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ളൊരു പെൺകുട്ടിയോട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ഇളയമ്മ പറയുമോ? നമ്മുടെ നാട്ടിൽ പറയുമോ? പറയില്ല. അപ്പം ഇങ്ങനെ പറയണമെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് എന്ത് പ്രചോദനം കിട്ടി? പരിശുദ്ധാത്മാവിൽ പ്രചോദനം കിട്ടി. ഈ പോയിന്റ് മനസ്സിലായോ? എങ്ങനെ കിട്ടി? പരിശുദ്ധാത്മാവിൽ ആണ് ഇത് പറയുന്നത്. ഇവിടെ മുമ്പ് പറയുന്നുണ്ട്. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു. ഇതാണ് വചനം. ക്ലിയറായോ? ഇനി ഈ ഒരു വചനം ലൂക്കാസ് ലീഗ എഴുതി വെച്ചു, സുവിശേഷത്തിൽ എഴുതി വെച്ചു. സഭ ഇത് മനസ്സിലാക്കുന്നത് AD 439. അത് നമ്മൾ മനസ്സിലാക്കണേ. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? മറിയത്തെക്കുറിച്ച് പഠിച്ചപ്പോഴല്ല ഈ ഒരു വിഷയം സഭ പഠിക്കുന്നത്. പിന്നെ ആരെക്കുറിച്ച് പഠിക്കുമ്പോഴെന്നറിയാമോ? യേശുവിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ്. യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശു ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആണ് സഭയിൽ മരിയോളജി വരുന്നത്. യേശുവിനെ പറ്റി പഠിക്കുന്ന ശാഖനെ ക്രിസ്റ്റോളജി എന്ന് പറയും. മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ശാഖനെ മരിയോളജി എന്ന് പറയും. ക്രിസ്റ്റോളജി പഠിച്ചപ്പോഴാണ് മരിയോളജി ഉണ്ടാകുന്നത്. ക്ലിയറായോ? 2 ശാസ്ത്രശാഖയായി പറഞ്ഞത്. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. യേശു ക്രിസ്തു ആരാണെന്ന് പഠിച്ചപ്പോഴാണ് മറിയമേ നീ ആരാണെന്ന് സഭ ധ്യാനിച്ചത്. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യേശു ക്രിസ്തു ആരാ? ഇതൊന്ന് പറഞ്ഞു തരണം. യേശു ക്രിസ്തു ആരാണെന്ന് ആദ്യം പറയേ. നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ? യേശു ക്രിസ്തു ആരാ? ദൈവമാണോ? ആണോ? അല്ല, ദൈവത്തിൻ്റെ പുത്രനാണെന്നോ? യേശു ദൈവമാണോ? അതെ. യേശു മനുഷ്യനാണോ? ഉത്തരം പറയൂ. അതെ. യേശു 100% ദൈവമാണോ? ആണോ? 100% ഗോഡാണോ? അതെ. യേശു 100% മനുഷ്യനാണോ? ആണോ? അതെ. 100 എത്ര ശതമാനമായി? 200% സംഭവം ഉണ്ടോ? അത് പറയണല്ലോ. 200% സംഭവം ഉണ്ടോ? 100% ഉള്ളൂ. 200% ഉണ്ടോ?
മനസ്സിലായോ പറഞ്ഞത്? 200% ഇല്ല, 100%. മാക്സിമം 100ൽ എത്ര എന്ന് പറഞ്ഞാൽ 100ൽ 100, ഇതിനപ്പുറത്തേക്ക് പോവില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. ക്ലിയറായോ? നമ്മൾ പരിശുദ്ധ തൃത്വത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും, ഒരു ദൈവത്തിൽ എത്ര ആളുകളുണ്ട്? ഒരു ദൈവത്തിൽ എത്ര ആളുകളുണ്ട്? ഉറക്കെ പറയും, എത്ര ആളുകളുണ്ട്? 3 ആളുകൾ. അപ്പം 3 ആളുകൾ കൂടിയാലാണ് ഒരു ദൈവമാവുക, അല്ലേ? ആണോ? അതെ, 3 ആളുകൾ കൂടിയാലാണ് ഒരു ദൈവമാകുന്നത്. ആണോ? ആണോ? പിതാവ് പൂർണ്ണ ദൈവമാണോ? പുത്രൻ പൂർണ്ണ ദൈവമാണോ? പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമാണോ? അപ്പം 300% ദൈവമാണോ? മനസ്സിലായോ പറഞ്ഞത്? 100% ഗോഡ് പിതാവ്, 100% ഗോഡ് പുത്രൻ, 100% ഗോഡ് പരിശുദ്ധാത്മാവ്. അപ്പം എത്ര ഗോഡുണ്ട്? എത്ര ദൈവമുണ്ട്? ഒരു ദൈവമുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഒരു ദൈവത്തിൽ 3 ആളുകളുണ്ട്. ഈ 3 ആളും ചേർന്നാലാണോ ദൈവം, അതോ 3 ആളും പൂർണ്ണരാണോ? അതാ ചോദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊള്ളാം, ഒരു ദൈവത്തിൽ 3 ആളുകൾ എന്ന് പറയുന്നത് തെറ്റാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഠിച്ചു വെച്ചുള്ള സംഭവമായിരിക്കും അത്, ഒരു ദൈവത്തിൽ 3 ആളുകൾ. പക്ഷെ തെറ്റാ. പകരം ഒരു ദൈവം 3 ആളുകളിൽ ആണ്. ഇതൊന്നും മനസ്സിൽ കയറിയിരിക്കണം. ഒരു ദൈവം എത്ര ആളുകളിൽ? 3 ആളുകളിൽ. അതായത് 3 ആളുകളുണ്ട്, അതിലൊരു ദൈവമാണ്. ക്ലിയറായോ? ഒരു ദൈവത്തിൽ 3 ആളുകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാർഷ്യലിസം എന്ന് പറയുന്നൊരു ഹെരസി. അത് അതായത് 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം, 3 ഭാഗം കൂടി കൂട്ടിച്ചേർത്താൽ ഒരു ദൈവമാവുള്ളൂ എന്ന് പറയുന്നത് പാർഷ്യലിസം എന്ന് പറയുന്ന ഹെരസിയാണ്, പാഷണ്ഡതയാണ്. വിശ്വാസമല്ല, സഭയുടെ വിശ്വാസമല്ല. സഭയുടെ വിശ്വാസം അനുസരിച്ചിട്ട് 3 ന്യൂമ, ഒരു സിയ, 3 ആളത്തങ്ങൾ, ഒരു സത്ത, ഒരു സത്ത, 3 വ്യക്തികൾ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ദൈവം ഉള്ളൂ, ആ ദൈവം 3 ആളുകളിൽ വസിക്കുന്നു. പിതാവിൽ വസിക്കുന്നു ഒരു ദൈവം, പുത്രനിൽ വസിക്കുന്നു അതേ ദൈവം, പരിശുദ്ധാത്മാവിൽ വസിക്കുന്നതും അതേ ദൈവം. ക്ലിയർ ആയോ? അപ്പം 3 100%. ഇത് മനസ്സിലാക്കാൻ പറ്റിയോ? മനസ്സിലാക്കാൻ പറ്റിയോ? ഇല്ല, മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അല്ലേ? അതായത് ഒരു ദൈവം. ക്ലിയർ ആയോ? ഇപ്പം ഞാൻ എത്ര ആളുണ്ട്? ഞാൻ എത്ര ആളുണ്ട്? ഒരാൾ. ഞാൻ എത്ര വ്യക്തികളിലുണ്ട്? ഈ ഒരു വ്യക്തിയിലേ ഉള്ളൂ. ഇത് ക്ലിയർ അല്ലേ? പ്രൈസ് ദി ലോർഡ്. പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഞാനൊരാളാണുള്ളത്, ഞാൻ ഒരു വ്യക്തിയിലുള്ളത്. ഞാൻ എൻ്റെ ഈ ബോഡിയിൽ വസിക്കുന്നു, ഒരു വ്യക്തിയിൽ വസിക്കുന്നു. ദൈവം ഒരാളേ ഉള്ളൂ, പക്ഷെ ദൈവം 3 ബോഡിയിൽ വസിക്കുന്നു. ബോഡി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, 3 അരൂപികളിൽ വസിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. തൃത്വത്തിൻ്റെ ക്ലാസ്സിലേക്കും പിന്നെ കൂടുതൽ പറയാം. അപ്പോൾ ഒരു ദൈവമേ ഉള്ളൂ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ ഇതേ ദൈവം തന്നെ വസിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്. പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്നത് പുത്രൻ തമ്പുരാനാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 3 പേരും ദൗത്യം എന്താണ്? പിതാവായ ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്. ഞാൻ ഒരു ഗ്ലാസ് എടുക്കുന്നു, ഞാനൊരു ഗ്ലാസ് എടുക്കുന്നു. ഞാൻ ഗ്ലാസ്സിനകത്താണോ പുറത്താണോ? പുറത്തല്ലേ? ആണോ? അതെ. ദൈവം പ്രപഞ്ചം സൃഷ്ടിക്കുന്നു, ദൈവം പ്രപഞ്ചത്തിനകത്താണോ പുറത്താണോ? പുറത്ത് അല്ലേ? അതെ. അപ്പോൾ പുറത്തുള്ള ദൈവത്തിന് പ്രപഞ്ചത്തിനകത്തേക്ക് കയറി വരാൻ പറ്റുമോ? കയറി വരാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കഴിവില്ലാത്തവനായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന് പ്രപഞ്ചത്തിനകത്തേക്ക് വരാൻ പറ്റും, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും ചെയ്യണം. ഇതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് പ്രപഞ്ചത്തിന് പുറത്ത്, പ്രപഞ്ചത്തിനകത്തേക്ക് വരുന്നത് പുത്രൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവ്. അതിന് ഇപ്രകാരം പറയാം, പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇതൊന്ന് പറഞ്ഞോ. പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ പ്രപഞ്ചം
സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് അതിൻ്റെ ബന്ധം. ബന്ധം എന്നല്ല പറയാ, സൃഷ്ടികർമ്മം. രക്ഷ ഇതുപോലെയാ, പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ രക്ഷപൂർത്തിയായി. ഇതാണ് തൃത്വത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ നമ്മൾ ബൈബിളിൽ ദൈവം കടന്നു വരുന്നു, ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു, ദൈവം ഇസ്ഹാക്കിന് പ്രത്യക്ഷപ്പെട്ടു, ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, ദൈവം പ്രവാചകന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണെന്നറിയാമോ? പുത്രൻ തമ്പുരാനാണ് അവിടെ വ്യക്തിപരമായിട്ട് വരുന്നത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. ഇത്രയും വെറുതെ ഇരിക്കട്ടെ. മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ദൈവമാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. എത്ര ദൈവമുണ്ട്? എത്ര ദൈവമുണ്ട്? എത്ര ദൈവമുണ്ട്? ഒരു ദൈവമുള്ളൂ. മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ദൈവം തന്നെയല്ലേ യേശു ക്രിസ്തു? ആണോ? അതെ. സംശയം വിചാരിക്കണം. അതെ. അതിൽ പുത്രൻ തമ്പുരാനാണ് വന്നത്. പുത്രൻ തമ്പുരാനാണ് വന്നത്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, സീനായി മലയിൽ പ്രത്യക്ഷപ്പെട്ടു, വാഗ്ദാന പേടകത്തിൽ ഇറങ്ങി വന്നു, അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. അതേ ദൈവം മനുഷ്യരോട് കൂടെ മനുഷ്യൻ്റെ ഒപ്പം ആയിരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ഇതാണ് പുത്രൻ തമ്പുരാൻ. അല്ലാതെ പഴയ നിയമത്തിലെ ദൈവം ഏതോ ഒരു വലിയൊരു ദൈവം, പുതിയ നിയമത്തിൽ യേശു എത്തിയപ്പോൾ ഒരു കുട്ടി ദൈവം, അങ്ങനെയില്ല. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെയല്ല. പഴയ നിയമത്തിൽ പ്രവാചകന്മാരോട് സംസാരിച്ച അതേ ദൈവം തന്നെയാണ് പുത്രൻ തമ്പുരാൻ മറിയത്തിൽ ജനിക്കാൻ വരുന്നത്, ജന്മമെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ആരാണ്? 100% ഗോഡ്, പൂർണ്ണ ദൈവം. ഇത് ക്ലിയറായോ? ക്ലിയറായില്ലേ? ഇനി പൂർണ്ണ ദൈവം യേശു ക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് കടന്നു വരിക. ഉദ്ദേശത്തിലേ ഉള്ളൂ, മനുഷ്യനാവണം. ഉദ്ദേശം എന്താണ്? മനുഷ്യനാവൻ എന്താ വഴി? അമ്മയിൽ നിന്ന് ജനിക്കണം, വേണ്ടേ? മനുഷ്യൻ്റെ ശരീരം അമ്മയിൽ നിന്ന് ഉൽപ്പാദിതമാവണം. അപ്പനും അമ്മയും നമ്മളെ സ്നേഹബന്ധത്തിൽ നിന്നൊരു ശരീരം കിട്ടണം, മനുഷ്യ ശരീരം കിട്ടണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എന്താ പറയുന്നത്? കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു. എന്താ ചെയ്തത്? നമ്മൾ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞോ? കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചോ? അപ്പൊ പുത്രൻ തമ്പുരാൻ എന്താ ചെയ്തത്? പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്, മനുഷ്യനാവാൻ തീരുമാനിച്ചു, കന്യകാമറിയത്തിനെ സെലക്ട് ചെയ്തു, അവളിൽ നിന്ന് ഒരു ശരീരം സ്വീകരിച്ചു. ക്ലിയറായോ? ഇനി ഒരു പ്രശ്നം കിടക്കണമെന്ന് അറിയോ? ദൈവം പരിപൂർണനല്ലേ? അല്ലേ? അതെ. ദൈവത്തിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ആഡ് ചെയ്യാൻ പറ്റുമോ? പരിപൂർണതയിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? എന്തെങ്കിലും മിക്സ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും വിഭജിക്കാൻ പറ്റുമോ? പറ്റില്ല. ക്ലിയറായോ? ഇത് ക്ലിയറായോ? അതായത് ദൈവമാകുന്ന പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ പുത്രൻ തമ്പുരാനിലേക്ക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, ഒന്നും കുറയ്ക്കാൻ പറ്റില്ല, ഒന്നും വിഭജിക്കാൻ പറ്റില്ല, മിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവം പൂർണ്ണനാ. ക്ലിയറായോ? അപ്പോഴാണ് ഒരു മനുഷ്യ ശരീരത്തെ സഭ പഠിപ്പിക്കുന്ന മലയാളത്തിൽ ആദാനം ചെയ്തു, ഇംഗ്ലീഷിൽ അസ്യൂം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്വീകരിച്ചു. ഇതാണ് സ്വീകരിക്കൽ. ശരീരം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ശരീരത്തെ, മനുഷ്യനെ, പൂർണ്ണ ദൈവം ഒരു പൂർണ്ണ മനുഷ്യനെ ആദാനം ചെയ്തു. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ സഭാപിതാവ് പറഞ്ഞതെന്ന് അറിയാമോ? ഒരു വിറകിലേക്ക് അഗ്നി ഇറങ്ങിയെന്ന് ആ വിറകും അഗ്നിയും ഒന്നാകുന്നത് പോലെ, വിറകും അഗ്നി ഒന്നാകുമ്പോൾ കനലായി മാറും അല്ലേ? ഇതേപോലെ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനെ അങ്ങോട്ട് അസ്യൂം ചെയ്തു. കന്യാകുമാരിയിൽ നിന്നൊരു ശരീരം എടുത്തിട്ട് ആ ശരീരത്തിലേക്ക് പൂർണ്ണ ദൈവം അങ്ങോട്ട് അസ്യൂം ചെയ്തു. ആ പറയുന്ന വാക്കിനെ പറയുന്ന പേരാണ്
ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. എന്താ പദത്തിൻ്റെ പേര്? ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അപ്പോൾ രണ്ട് സത്തയുണ്ട്, ദൈവമുണ്ട് മനുഷ്യനുമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ് അസ്യൂം ചെയ്തിട്ടാണ് ഈ ശരീരം ഉണ്ടായിരുന്നത്. അതാണ് കന്യകാമാരിൽ നിന്ന് എടുത്ത ശരീരം. പൂർണ്ണ മനുഷ്യനാവണമെങ്കിൽ രണ്ട് കാര്യം വേണം. മനുഷ്യന് എന്ത് വേണം? ഒരു ശരീരമുണ്ട്, ഒരു എന്തുണ്ട്? ആത്മാവുണ്ട്. ഒരു ശരീരമുണ്ട്, ഒരു ആത്മാവുണ്ട്. അങ്ങനെ ഒരു ശരീരവും ആത്മാവുമുള്ള ഒരു മനുഷ്യനിലേക്ക് ദൈവം അസ്യൂം ചെയ്തു. ക്ലിയറായ? അത് വന്നു നിറഞ്ഞു. ഒരു കനലിൽ, ഒരു വിറകിലേക്ക് തീ കയറി ചെന്ന് അത് കനലായി മാറുന്നത് പോലെ ദൈവം പുത്രൻ തമ്പുരാൻ ഈ മനുഷ്യനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അസ്യൂം ചെയ്തു. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ അങ്ങോട്ട് ഒന്നായി. ഇങ്ങനെ ഒന്നായി തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ഈ പറയുന്ന ഈ മനുഷ്യൻ, യേശു ക്രിസ്തു എന്ന് പറയുന്ന അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഈ മനുഷ്യ കുഞ്ഞിനെ പിന്നെ ഒരിക്കലും രണ്ടായി, ദൈവം വേറെ മനുഷ്യൻ വേറെ എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. പോയിന്റ് മനസ്സിലായോ? ഓ, മനസ്സിലായ? പ്രൈസ് ദി ലോർഡ്. കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ദൈവം അങ്ങോട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ആലോചിക്കുകയാണ്, അയ്യോ ഈ മനുഷ്യരും വെറുതെ ഞാൻ അസ്യൂം ചെയ്തു, കുറച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കോട്ടെ കണ്ടേ എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. ക്ലിയറായോ? പ്രൈസ് ദി ലോർഡ്. ക്ലിയറായോ? അതോടുകൂടി മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായത് ദൈവമാണ്. പോയിന്റ് മനസ്സിലായ? ആ ദൈവത്തിന് മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായ ശരീരത്തിന്റെ മനുഷ്യന്റെ മാത്രം അമ്മ അറിയാം, ദൈവത്തിന്റെ അമ്മയല്ല. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അസ്യൂം ചെയ്തു പോയി. അപ്പോൾ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായ മനുഷ്യൻ യേശു ക്രിസ്തു ദൈവമാണ്. മറിയം പ്രസവിച്ചത് ദൈവത്തെയാണ്. മറിയത്തിന് കളിപ്പിച്ച കുഞ്ഞ് ദൈവമാണ്. മറിയം പാല് കൊടുത്ത കുട്ടി ദൈവമാണ്. പോയിന്റ് വേണേ? അവൻ കുരിശുമേൽ കിടക്കുമ്പോൾ പോലും ആ മനുഷ്യ ശരീരത്തിൽ നിന്ന് ദൈവം വിട്ടുപോകില്ല. ഹല്ലേലൂയ. എന്താണെന്ന് പറയാൻ കാരണം എന്നറിയാമോ? ചിലരൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ചിലരൊക്കെ അങ്ങനെ തെറ്റായ പ്രബോധനം നമ്മുടെ സഭയിൽ വരുന്നുണ്ട്. നമ്മുടെ സഭയിൽ ആൾക്കാരനെ പറയുന്നുണ്ട്, അതായത് ക്രിസ്തു യേശുവിനെ സ്വീകരിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. കുരിശുമ്മ കിടക്കുമ്പോൾ യേശു വീഴുന്നു, ദൈവം വിട്ടുപോയി, ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആര് തന്നെ പറഞ്ഞാലും അത് തെറ്റാണ്. ദൈവം മനുഷ്യനെ അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് വിട്ടുപോകുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മറിയം പ്രസവിച്ച മനുഷ്യ കുഞ്ഞ് ദൈവമാണ്. മറിയം ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ആ കുഞ്ഞ് ദൈവമാണ്. ആ മനുഷ്യൻ ദൈവമാണ്. അതുകൊണ്ട് ആ മനുഷ്യനിൽ നിന്ന് ദൈവത്തെ വേർപിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. ആ ദൈവം, അതുവരെ മോശയോട് സംസാരിച്ച ദൈവം, അബ്രാഹാമിനോട് സംസാരിച്ച ദൈവം ഇപ്പോൾ ഇരിക്കുന്നത് മനുഷ്യരൂപത്തിലാണ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെയാണ് കാണാൻ പോകുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മനുഷ്യനെയാണ്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ പേരാണ് യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലായോ? ഇതാണ് യേശു ക്രിസ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ സഭയ്ക്ക് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിലാണ് ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്നത്. സിറിൽ ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞൊരു സംഭവം സഭ സ്വീകരിച്ചു, നെസ്റ്റോറിയനിസം സഭ തള്ളിക്കളഞ്ഞു എന്നായതോടുകൂടി പിന്നെ സഭ ചോദിക്കുന്നത്, മറിയം അപ്പോൾ ആര്? മറിയത്തിന് നമുക്ക് അതുവരെ വേണമെങ്കിൽ മറിയത്തിന് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യൻ്റെ മാത്രം അമ്മ, കാരണം മനുഷ്യരെ സ്വീകരിച്ചതല്ലേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വിഭജിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ എലീശമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്ക വരുവാൻ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. മനസ്സിലായൊരു ഹല്ലേലൂയ പറഞ്ഞേ? മനസ്സിലായില്ല? മനസ്സിലായോ? ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറയ്, കേൾക്കട്ടെ. സ്വരം ഉയർത്തി പറയേ. പ്രൈസ് ദി ലോർഡ്.
ഇതാരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ദൈവമാതാവാൻ കാരണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? സഭയുടെ ചരിത്രത്തിൽ അതൊക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും മറിയത്തിന് ദൈവമാതാവ് മറ്റൊരു പരിഹസിക്കുന്നതേ നമ്മൾ വെറുതെ മറിയത്തിന് അപദാനം പാടി പുകഴ്ത്താൻ വേണ്ടി പറയുന്നതാണ് തെറ്റിദ്ധാരണ. അതല്ല, യേശു ക്രിസ്തു ആരാണെന്ന് പഠിച്ചാൽ മറിയത്തെ ദൈവമാതാവ് എന്ന് പറഞ്ഞേ തീരൂ. മറിയത്തെ ദൈവമാതാവ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, നിന്റെ യേശു ക്രിസ്തു ആരാ? ദൈവമാണോ മനുഷ്യനോ? അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു പെന്തക്കോസ്തുകാരൻ വന്ന് ചോദിക്കണം മറിയം ദൈവമാതാവല്ല എന്ന് പറഞ്ഞാൽ ചോദിക്കണം, നിന്റെ യേശു ക്രിസ്തു ആരാണ്? ദൈവമാണോ മനുഷ്യനാണോ? അപ്പം അവൻ പറയും ദൈവമാണോ മനുഷ്യനുമാണ്, പക്ഷേ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അല്ല, ഇടയ്ക്കൊരു വിട്ടുപോകും. അവർ വിശ്വസിക്കുന്നത് അതാണ്. ചിലർ വിശ്വസിക്കുന്നത് യേശു ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ ദൈവം അവൻ്റെ മേൽ ഇറങ്ങി വന്നു, അപ്പോൾ മാത്രം ദൈവപുത്രൻ. ചിലർ വിശ്വസിക്കുന്നത് ഗെത്സമേനി തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ വിട്ടുപോയി, ദൈവം യേശുവിനെ പറ്റിച്ചു. കുരിശുമേൽ കിടന്ന് മരിക്കുമ്പോൾ ദൈവം യേശുവിനെ വിട്ടുപോയി, ദൈവം അവനെ പറ്റിച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തു എൻ്റെ ദൈവം എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ തെറ്റായൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് മറിയത്തെ ദൈവമാതാവാണെന്ന് പറയാൻ സാധിക്കാത്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ക്ലിയറായോ? യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എങ്കിലും യേശു ക്രിസ്തുവിൽ ഒരുവനേ ഉള്ളൂ, ഡബിൾ പേഴ്സണാലിറ്റി ഇല്ല. ഇവരൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു ഡബിൾ പേഴ്സണാലിറ്റി ഉണ്ടെന്ന്. ഡബിൾ പേഴ്സണാലിറ്റി എന്നൊരു അസുഖമാണ്, മാനസിക രോഗം. ഇടയ്ക്ക് യേശു ക്രിസ്തു ദൈവമാകും, ഇടയ്ക്ക് യേശു ക്രിസ്തു മനുഷ്യനാകും. യേശു ക്രിസ്തു കരയുമ്പോൾ മനുഷ്യനാകും, യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ദൈവമാകും. ഇങ്ങനെ ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് എന്നാണ് ചിലരുടെ തെറ്റായ പ്രബോധനം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള രോഗിയാണോ യേശു ക്രിസ്തു? ഈ നാഗവള്ളി പോലത്തെ സംഭവമാണ് യേശു ക്രിസ്തു. അല്ല, നിങ്ങൾ കണ്ടില്ലേ നാഗവള്ളി? ഇടയ്ക്ക് നാഗവള്ളി വരും, ഇടയ്ക്ക് ഗംഗയാവും. ഇതേപോലെയാണോ യേശു ക്രിസ്തു ദൈവവും മനുഷ്യനായിരിക്കുന്നത്? അല്ല. ക്ലിയറായോ? അപ്പോൾ യേശു ക്രിസ്തു പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനാണെങ്കിൽ എന്താണ്? പരിശുദ്ധ കന്യാമറിയം ആരാണ്? ദൈവമാതാവ്. ഹല്ലേലൂയ. ഇനി പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിശ്വാസ സത്യമാണ് മറിയം നിത്യകന്യകയാണ്. എന്താണ്? മറിയം നിത്യകന്യകയാണ്. പ്രൈസ് ലോർഡ്. ചിലർ വചനങ്ങളൊക്കെ കാണിച്ചിട്ട് പറയും ഇതാ അതുവരെ പുരുഷനെ അറിഞ്ഞിരുന്നില്ല, അപ്പം അതിനുശേഷം പുരുഷനൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് തെറ്റായി പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മറിയം നിത്യകന്യകയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വചനം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആരുടെ അടുത്തേക്ക്? കന്യകയുടെ അടുത്തേക്ക്. അവളൊരു പ്രത്യേകത എന്താണ്? കല്യാണം ഉറപ്പിച്ചു. കെട്ടിയവൻ്റെ പേരെന്താണ്? ജോസഫ്. ഇത്രയും പിക്ചർ കറിയിക്കട്ടെ. പിറകിലേക്ക് പിന്നെയും പോവാണ്. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അറിയില്ലേ? അറിയുമോ അറിയില്ലേ? മുമ്പെന്താ പറഞ്ഞത്? ജോസഫും എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്ത കന്യകയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞേ. റെഡിയല്ലേ? പിന്നെ ഇവിടെ പറയാണ് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. മറിയം നുണ പറഞ്ഞതാണോ? ആണ്. അല്ല. അപ്പൊ എന്താ കാര്യം എന്നറിയണേ? കല്യാണം കഴിക്കാത്തോണ്ടല്ലോ. കല്യാണം കഴിക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞാലേ യഹൂദന്മാർക്കൊക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ പോലെയാ. അവരെ കല്യാണം എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം കഴിയും. വിവാഹ നിശ്ചയത്തിൽ പെൺകുട്ടിയുടെ അപ്പൻ ഈ പയ്യനെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവളെ ഏൽപ്പിക്കില്ല, ഒപ്പം അവർ പറയും.
അതിനർത്ഥം ഇനി അവന് എപ്പോൾ വേണമെങ്കിലും അവളെ കൊണ്ടുവരാൻ, വീട്ടിലേക്ക് കൊണ്ടുവരാൻ വരാം. അങ്ങനെ വരുന്നതിനാണ് കല്യാണം എന്ന് പറയുന്നത്. 10 കന്യകമാർ ഭൂമിയില്ലേ, മണവാളൻ എപ്പോൾ വരുന്നു കാത്തിരുന്നത്. എപ്പോൾ വേണമെങ്കിലും വരും, അവളെ കൊണ്ടുപോകും. കൊണ്ടുപോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പം പറയും, പൂവല്ലേ പൂവല്ലേ പൂവല്ലേ, ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച 1 മാസമൊക്കെ നിർത്തിയിട്ട് പിന്നെ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരില്ല. അതാണ് യഹൂദ വിവാഹം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അപ്പം ഈ കന്യകയുടെ അടുത്തേക്ക് ആണ് വന്നിരിക്കുന്നത്. കന്യക വിവാഹ നിശ്ചയം കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും കെട്ടിയോ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അർദ്ധരാത്രി വേണമെങ്കിൽ വരും, അപ്പനമ്മ അറിയാതെ വേണമെങ്കിൽ കൊണ്ടുപോകും. ഒരു പ്രശ്നമല്ല. കല്യാണം കഴിഞ്ഞ പോലെ. പ്രശ്നം ഇവിടെ കിടക്കുന്നത്, മറിയം എന്ത് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കന്യക എന്ന പദത്തിനൊരു മീനിങ് ഉണ്ട്. എന്താണെന്നറിയണം. അതറിയണമെങ്കിൽ സംഖ്യയുടെ പുസ്തകം 30-ാം അധ്യായത്തേക്ക് പോകണം. എഴുതി വെച്ചോ. സംഖ്യയുടെ പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 16 വരെ. അവിടെ എന്ത് പറയുന്നുണ്ട്? സ്ത്രീകളുടെ നേർച്ചകൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് വായിച്ചു നോക്കിയാൽ മതി, ഞാൻ ചുരുക്കി പറയാം എന്താണ്. അതായത് പുരുഷന്മാർക്ക് ബ്രഹ്മചര്യം വ്രതം എടുക്കാം. അതിന് പറയുന്ന പോലെ നാസിർ വ്രതം. സ്ത്രീകൾക്ക് ഇതുപോലൊരു വ്രതം എടുക്കാം. ആ വ്രതം എന്താണെന്നറിയാമോ? കന്യകാ വ്രതം. ആ വ്രതപ്രകാരമാണ് ഒരു പെൺകുട്ടി അപ്പൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ആ പെൺകുട്ടി പറയും, അപ്പാ ഞാൻ കന്യകയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണേ, ഞാൻ കന്യകയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. വളരെയധികം പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയണം, അപ്പനോട് പറയണം, ഞാൻ കന്യകയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്ത് പറയുമെന്ന് അറിയോ? ഒരു ദിവസം വെയിറ്റ് ചെയ്യും. ഒരു ദിവസം. ആ ദിവസത്തിനുള്ളിൽ അപ്പം പറയണം നോ. നോ എന്ന് പറഞ്ഞാൽ അവളുടെ കന്യക വ്രതം ഇൻവാലിഡ്. അവൾ പക്വതയായിട്ടില്ലെന്ന് അപ്പം തീരുമാനിച്ചു. അപ്പൻ ഒരു ദിവസത്തിനുള്ളിൽ ഒന്നും പറഞ്ഞില്ല നിൽക്കുക, അല്ലെങ്കിൽ യെസ് പറഞ്ഞു നിൽക്കുക, അപ്പം അവളുടെ കന്യക വ്രതം യെസ് ആയി മാറി. അവൾ കന്യകയാണ്. ഇങ്ങനെ കന്യകയായിട്ട് വീട്ടിൽ വസിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടീനെ എന്ത് ചെയ്യണമെന്നറിയാമോ? അപ്പൻ പ്രായപൂർത്തിയാകുമ്പോൾ അവളെ അടുത്തൊരു ബന്ധുവിന് കല്യാണം കഴിച്ചു കൊടുക്കും. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആ പയ്യനോട് പറയണം, ഇവള് പറയണം, ഞാൻ കന്യകാവ്രതം നേർന്ന പെൺകുട്ടിയാണ്, ഞാൻ കന്യകയാണ് എന്ന് അവൾ കെട്ടിയവനോട് പറയണം. അപ്പോൾ ഭർത്താവ് എന്ത് പറയും? ഒരു ദിവസത്തിനുള്ളിൽ നോ എന്ന് പറഞ്ഞാൽ അവളുടെ വ്രതം അസാധു. എന്നാ പറയാണ് യെസ്, നീ കന്യക വ്രതം തുടർന്നോളൂ എന്ന് പറയുകയോ ഒന്നും മിണ്ടാതെ ഒരു ദിവസം കഴിച്ചു കൂട്ടുകയോ ചെയ്താൽ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ കന്യകയായി ജീവിക്കും. ആ പുരുഷന് കഷ്ടമല്ലേ? ആ പുരുഷന് കഷ്ടമാണോ? ആ പുരുഷൻ എന്ത് ചെയ്യണമെന്നറിയാമോ? വേറെ കല്യാണം കഴിക്കും. യഹൂദന്മാർക്ക് ഒരു പുരുഷന് എത്ര പെണ്ണുങ്ങളാവാം? എത്ര വേണമെങ്കിലും ആവാം. ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു പുരുഷന് എത്ര വേണമെങ്കിലും ഭാര്യമാരെ സ്വീകരിക്കാം. അതുകൊണ്ട് അവർ വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം. എന്നിട്ട് അടുത്ത ബന്ധുവായിരിക്കും സഹോദരിയായി വീട്ടിൽ കൊണ്ടു നടക്കും. ഇതാണ് അവരുടെ കന്യകാവ്രതം. ക്ലിയറായോ? ഇവിടെ ഇപ്രകാരം പരിശുദ്ധ കന്യാമറിയം കന്യാവ്രതം നേർന്നിരിക്കുന്നു. ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും ഒരു ദിവസമായിട്ടും അവൻ ഓക്കെ പറഞ്ഞു, കന്യകയായിക്കോളാൻ പറഞ്ഞു. അവളുടെ വ്രതം തുടർന്നു കൊള്ളുക. അതുകൊണ്ടാണ് മറിയം ചോദിക്കുന്നത്, ഞാൻ കന്യകയാണല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ അർത്ഥം? മനസ്സിലായോ? ഇതാണ് യഹൂദ കൾച്ചർ. ഇതറിയാതെ നമ്മൾ ഭർത്താവാണോ ഭാര്യയാണോ എന്ന് കല്യാണം കഴിച്ചോ മക്കളുണ്ടായിക്കൊള്ളണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? യഹൂദ കൾച്ചർ എന്താണെന്ന് പഠിക്കണ്ടേ? ശ്രീലങ്കയിൽ പുലി ഇറങ്ങി, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ശ്രീലങ്കയിൽ പുലി ഇറങ്ങി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ കൈ ഉയർത്തിയേ. ശ്രീലങ്കയിൽ പുലി ഇറങ്ങിയെന്ന് പത്രത്തിൽ വായിച്ചുള്ളവർ കൈ ഉയർത്തിയേ. ചേട്ടൻ വായിച്ചിട്ടുണ്ടല്ലേ? ഇപ്പോഴത്തെ പിള്ളേരൊന്നും വായിച്ചിട്ടില്ല അത്. കാരണം അവർ ജനിച്ചിട്ടില്ല പുലി ഇറങ്ങിയപ്പോൾ. ഏത് പുലി ഇറങ്ങിയേ? വരയൻ പുലിയാണോ? പിന്നെ ഏത് പുലിയാ? തമിഴ് പുലി അല്ലേ?
തമിഴ് പുലി എങ്ങനെയാ? തമിഴന്മാർ ഭാഷ സംസാരിക്കുന്ന പുലിയാണോ? അവിടെയുള്ള മനുഷ്യരെ പറയുന്ന പേരാണ് പുലി. മനസ്സിലാവുന്നുണ്ട്? പുതിയ പിള്ളേരോട് പറഞ്ഞറിയോ അവർക്ക്? അപ്പോൾ അവർ ഈ മനോരമ പത്രം അന്നത്തെ പേപ്പർ വായിക്കുകയാണ്. ശ്രീലങ്കയിൽ പുലി ഇറങ്ങി. ഓ, അന്ന് കാലത്തൊക്കെ കുറേ പുലി ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ നാട്ടിൽ ആന ഇറങ്ങണ പോലെ ശ്രീലങ്കയിൽ കുറേ പുലി ഇറങ്ങിയില്ലേ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇതേപോലെ ബൈബിളിലെ വചനം എടുത്തിട്ട് ഇന്നത്തെ ഭാഷയിൽ വ്യാഖ്യാനിച്ചിട്ട് വല്ല ഉപകാരമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കണേന്ന് അറിയണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കന്യകാവ്രതം നേർന്ന ആ പെൺകുട്ടി മറിയം ജോസഫിനോട് എന്ത് പറ? കന്യകാവ്രതം നേർന്നിരിക്കുന്നത് കൊണ്ട് അവർ തമ്മിൽ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നാണ് മാലാഖയോട് പറഞ്ഞത്. അതിന് ഉത്തരം പറഞ്ഞു. ഇനി ഈ ഒരു സംഭവം കഴിഞ്ഞു. സഭയിൽ അങ്ങനെ ഒരു വ്രതമുണ്ടോ? സഭയിൽ യഹൂദന്മാരുടെ കാര്യം പോട്ടെ, സഭയിൽ അങ്ങനെയുണ്ടോ? അതറിയണമെങ്കിൽ 1 കൊരിന്തോസ് 7-ാം അധ്യായം 36-ാമത്തെ വചനം എഴുതിയെടുത്തോ. തെളിവാണത്. 1 കൊരിന്തോസ് 7-ാം അധ്യായം 36. ഒരുവൻ തൻ്റെ കന്യകയോട് സംയമനത്തോടുകൂടി പെരുമാറാൻ സാധിക്കുന്നില്ലെന്ന് തോന്നിയാൽ അവൾ യൗവനത്തിൻ്റെ വസന്തം പിന്നിട്ടവളെങ്കിലും അനിവാര്യമെങ്കിൽ അവൻ്റെ ഹിതം പോലെ പ്രവർത്തിക്കട്ടെ, അവർ വിവാഹം കഴിക്കട്ടെ, അത് പാപമല്ല. എന്താ പറഞ്ഞത്? അർത്ഥം മനസ്സിലായോ? സഭയിൽ ഇത് ആഘോഷിക്കാൻ തുടങ്ങി ഈ സംഭവം. ഒരു പുരുഷൻ ഒരു കന്യകയെ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താ പറയുക? വിവാഹം കഴിച്ചാൽ പ്രശ്നം, കത്തോലിക്ക സഭയിൽ ഒരു പുരുഷന് എത്ര ഭാര്യമാരെ പറ്റുള്ളൂ? എത്ര പറ്റുള്ളൂ? ഒരു ഭാര്യയെ പറ്റുള്ളൂ. മനസ്സിലായ? ഒരു പുരുഷന് ഒരു ഭാര്യയെ പറ്റുള്ളൂ. യഹൂദന്മാർക്ക് ഒരു പുരുഷന് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം. പക്ഷെ സഭയിൽ പറ്റുമോ? കത്തോലിക്ക സഭയിൽ പറ്റുമോ? പറ്റുമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എത്ര കിട്ടിയനെ? ഹല്ലേലൂയ. പറ്റില്ല. അപ്പോൾ സഭയിലെ ഒരു പുരുഷൻ ഒരു കന്യകയായ പെൺകുട്ടി വിവാഹം കഴിച്ചു. അവൾ വളർന്നു വലുതായി, മീൻസ് പ്രായമായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിവാഹം കഴിക്കണമെന്നും ഭാര്യ ഭർത്താക്കന്മാരെ വരെ ജീവിക്കണമെന്നും ആഗ്രഹമുണ്ടായി. എന്തു ചെയ്യും? യഹൂദന്മാരാണെങ്കിൽ അവർക്ക് വേറെ കല്യാണം കഴിക്കാം പുരുഷനെ. അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, ഒരു പുരുഷനെ തൻ്റെ ഭാര്യ കന്യകയാണെങ്കിൽ ആ കന്യകയായി തന്നെ സൂക്ഷിക്കണം നല്ലത്. അല്ല, അവൾ യൗവനം പിന്നിട്ടവളെങ്കിലും ആത്മസംയമനം ലഭിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം? വിവാഹം കഴിക്കട്ടെ. കന്യകയാണെങ്കിലും കന്യാവ്രതം നേർന്നവളാണെങ്കിലും ഒരു പുരുഷൻ്റെ കൂടെ ബ്രഹ്മചര്യവും കന്യകയുമായി രണ്ടുപേരും ഒരുമിച്ച് കുടുംബമായി ജീവിക്കുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കണമെന്നാണ് പ്രായമായിട്ട് തോന്നുന്നതെങ്കിൽ വിഷമിക്കണ്ട, വിവാഹം കഴിക്കട്ടെ. വിവാഹം കഴിക്കുന്നത് ഉചിതമാണ്, പാപമല്ല. എന്നാൽ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും കന്യകയെ സൂക്ഷിക്കുന്നെങ്കിൽ അത് ശ്ലാഘനീയമാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? 1 കൊരിന്തോസ് 7-ാം അധ്യായം 36 മുതലുള്ള വചനം. ഇതാണ് ആദിമ സഭ ചെയ്തിരുന്നത്. ഇപ്പം എങ്ങനെയാ? കന്യകമാർ ഒരുമിച്ച് ഒരു ഭവനത്തിൽ വസിക്കുന്നു. അതിന് നമ്മൾ എന്ത് പറയും? കന്യാസ്ത്രീ മഠം എന്ന് പറയും. ക്ലിയറായോ? മറിയം കന്യകാവ്രതം നേർന്ന് കന്യകയായി ജീവിക്കുമ്പോൾ അവൾ കന്യകയല്ല എന്ന് പറഞ്ഞാൽ അത് വസ്തുതയ്ക്ക് സത്യത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം സഭയിൽ നിന്ന് പുറത്തുപോയ വിഭാഗങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് സഭ ഇത് പ്രഖ്യാപിക്കുന്നത് മറിയം നിത്യകന്യകയാണെന്ന്. അല്ലെങ്കിൽ പ്രഖ്യാപിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം പ്രൊട്ടസ്റ്റന്റുകാരും ലൂതറൻകാരും ഒക്കെ ഇത് വിശ്വസിക്കുന്നത് തന്നെയാണ് മറിയം നിത്യകന്യകയാണെന്ന്. അതിനുശേഷം അവരിൽ നിന്ന് വേറെ സഭകൾ ഉണ്ടായപ്പോഴാണ്, അവർ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് സഭ തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്നു മറിയം നിത്യകന്യകയാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. സഭ സ്വർഗാരോപിതയാണ്. സ്വർഗത്തിൽ എടുക്കപ്പെട്ടു മറിയം സ്വർഗാരോപിതയാണ്. മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള വസ്തുത ആദ്യം മുതലേ സഭ വിശ്വസിക്കുന്നതാ. AD 3-ാം നൂറ്റാണ്ടിലൊക്കെ സിറിൽ ഓഫ് ജെറുസലേം ആണെന്നെ ഓർമ്മ, ഒരു തിരുനാൾ ആഘോഷിക്കും. ആ തിരുനാളിൻ്റെ പേര് മറിയത്തിൻ്റെ ഉറക്കത്തിരുന്നാൾ.
3-ാം നൂറ്റാണ്ടിലത്തെ തിരുനാളായി പറയുന്നത്. കത്തോലിക്ക സഭയിലത്തെ തിരുനാളും കൂടി അല്ല, ഇപ്പോഴും അത് യാക്കോബായ ഓർത്തഡോക്സർ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ സഭയുടെ മാത്രമല്ല. മറിയത്തിൻ്റെ ഉറക്കത്തിരുന്നാൾ എന്ന് പറഞ്ഞാൽ മറിയം ഉറങ്ങുമ്പോൾ മറിയത്തിൻ്റെ ശരീരം മാലാഖമാർ കൊണ്ടുപോയി. അന്ന് മുതലേ വിശ്വസിക്കുന്ന വസ്തുതയാണ്. 1950 സഭ പ്രഖ്യാപിക്കുന്നത് മറിയം സ്വർഗാരോപിതയാണ്. എന്താ അപ്പം പ്രഖ്യാപിക്കണേ? മുമ്പ് എന്താ പ്രഖ്യാപിക്കാഞ്ഞ്? അതിനു മുമ്പ് സഭയ്ക്ക് അറിയില്ലായിരുന്നോ? സഭയ്ക്ക് അറിയാമായിരുന്നു. സഭ സ്വർഗാരോപിതയാണെന്ന് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ചില വിഭാഗങ്ങൾ പുതിയത് വന്നിട്ട് പറയാണ് മറിയം സ്വർഗാരോപിതയല്ല എന്ന് ബൈബിളിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ സഭ എന്താ ചെയ്യുക? സഭ പ്രഖ്യാപിച്ച ഔദ്യോഗികമായി മറിയം സ്വർഗാരോപിതയാണ്, വിശ്വസത്യമാണ്. നിങ്ങൾ ഇനി തെറ്റിപ്പോകരുത്, വിശ്വാസ സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ വിശ്വാസത്തിൽ മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. വളരെയേറെ മുരിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞ് കൈകളൊന്ന് കുലുക്കി പറഞ്ഞ്. അപ്പോൾ 3 കാര്യം നമ്മൾ പഠിച്ചു. ഒന്ന് മറിയം കർത്താവിൻ്റെ അമ്മ ദൈവമാതാവാണ്. പഠിച്ച മനസ്സിലാക്കിയോ? 2 മറിയം നിത്യകന്യകയാണ്. ബൈബിൾ വെച്ച് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. 3 മറിയം സ്വർഗാരോപിതയാണ്. 4-ാമത്തത് പറയാം, മറിയം അമല ഉത്ഭവയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ദൈവം മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നു. ദൈവമാണ് വന്ന് വസിക്കാൻ പോകുന്നത്. ദൈവമാണ് ആ ശരീരത്തെ അസ്യൂം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ ശരീരം എടുത്ത 9 മാസം താമസിക്കേണ്ട ഈ ഒരു സക്രാരി പരിശുദ്ധമാകണോ വേണ്ടയോ? മനസ്സിലായോ പറഞ്ഞത്? 9 മാസം മറിയത്തിൻ്റെ ഉദരത്തിൽ ഈശോ വസിക്കണം. വേണ്ടേ? വേണം. ആ മറിയത്തിന് ഒരു ശരീരത്തിൻ്റെ അസ്യൂം ചെയ്യണം. ഇങ്ങനെയുള്ളൊരു ശരീരം വിശുദ്ധമാകാൻ പാടില്ലേ? അശുദ്ധമായ ശരീരത്തിൽ ദൈവത്തിന് വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യാണ്? മറിയത്തിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം കർത്താവിൻ്റെ കൃപാവരം കൊണ്ട് അവളെ അമലമായ ഉത്ഭവമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പാപിയായ മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഒരു ശരീരത്തെ സ്വീകരിക്കേണ്ടി വരും ദൈവത്തിന്. അങ്ങനെ സ്വീകരിക്കാൻ ദൈവത്തിന് പറ്റില്ല. ദൈവത്തിന് ഒരിക്കലും ചേരാത്തൊരു സംഭവമാണ് പാപം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറിയം എന്ന് പറയുന്ന ആ മനുഷ്യ വ്യക്തിയെ ഒരു തരത്തിലും പാപം സ്വാധീനിക്കപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ളത് കൊണ്ട് ദൈവം ഉത്ഭവത്തിൽ മറിയത്തെ പരിശുദ്ധിയാക്കി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മറിയത്തിന് അമല ഉത്ഭവം കിട്ടാനുള്ള കാരണം എന്താണ്? മറിയത്തിൻ്റെ ഗുണമാണോ? മറ്റൊരു അർത്ഥത്തിൽ ചോദിച്ചാൽ, പരിശുദ്ധ കന്യക മറിയത്തിന് രക്ഷ ആവശ്യമാണോ? പരിശുദ്ധ കന്യക മറിയത്തിന് രക്ഷ ആവശ്യമാണോ? എന്തൊക്കെ ഈ ബ്രദർ പറയണത്? ഇന്ന് വരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതൊക്കെയാണ് ഈ ചോദിക്കണത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിസ്ത്യാനികള് രക്ഷ ആവശ്യമുണ്ടോ? നമുക്കൊക്കെ രക്ഷ ആവശ്യമുണ്ട് അല്ലേ? മറിയത്തിന് രക്ഷ ആവശ്യമുണ്ടോ? ഉണ്ട്. മറിയത്തിന് രക്ഷ ആവശ്യമുണ്ട്. ആ രക്ഷ ലഭിച്ച സമയത്ത് പറയുന്ന പേരാണ് അമലോത്ഭവം. അതുകൊണ്ടാണ് മറിയം ഇങ്ങനെ സ്തോത്രഗീതത്തിൽ പാടുന്നത്, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പോൾ മറിയത്തിന് രക്ഷ ആവശ്യമുണ്ടോ? എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. അപ്പോൾ രക്ഷകനായ ഈശോ മിശിഹായുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാണ് മറിയത്തിന് അമലോത്ഭവം കൊടുക്കുന്നത്. ക്ലിയറായോ? അപ്പോൾ അതിന് മുന്നാസോദരം, ഞാൻ നേരത്തെ മാമോദിസയെ പറ്റി പറഞ്ഞപ്പോൾ മാമോദിസയുടെ ഈശോയുടെ ജലം നോഹയുടെ ജലപ്രളയത്തിലേക്ക് എത്തിയ കഥ പറഞ്ഞല്ലോ. ഇതേപോലെ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാണ് മറിയത്തിന് അമലോത്ഭവത്വം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മറിയത്തിന് രക്ഷ ആവശ്യമുണ്ട്. ദൈവം തൻ്റെ ശരീരം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ശരീരത്തെ, മറിയത്തിൻ്റെ ശരീരത്തെ ദൈവം വിശുദ്ധീകരിച്ചു, രക്ഷ നൽകി.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിന് പറയുന്ന പേരാണ് അമല ഉത്ഭവം. ഈ ലോകത്ത് 4 പേരാണ് അമല ഉത്ഭവം ഉള്ളത്. 4 പേര്. ആരൊക്കെയാ 4 പേര്? ഒന്ന് മാതാവ്, ഓക്കെ. 2 യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൽ പാപമുണ്ടാ? ഇല്ല. 3-ാമത്തെ ആളാരാ? ആദം. 4-ാമത്തെ ആളാരാ? ഹവ്വ. അവർ ജനിക്കും പാപമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആദം, ഹവ്വ, മറിയം, ക്രിസ്തു. 4 പേര്. 1-ാമത്തെ ആദവും 1-ാമത്തെ ഹവ്വയും ഭാര്യയും ഭർത്താവായിരുന്നു. 2-ാമത്തെ ആദം യേശു ക്രിസ്തു, 2-ാമത്തെ ഹവ്വ മറിയം, അവർ അമ്മയും മകനാ. ദൈവം ഒരു ടെസ്റ്റ് ചെയ്തു. ഭാര്യയും ഭർത്താവും ആദം ഹവ്വയും, 1-ാമത്തെ ആദം 1-ാമത്തെ ഹവ്വ, അവര് അമലോത്ഭവത്തോടെ ജനിച്ചെങ്കിലും വിശുദ്ധിയിൽ ജീവിക്കാൻ പരാജയപ്പെട്ടു. അപ്പൊ ദൈവം ഒരു ചെറിയ ടെസ്റ്റ് നടത്തി. 2-ാമത്തെ ആദം മകനും 2-ാമത്തെ ഹവ്വ അമ്മയും ആക്കി. അവര് വിജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 2-ാമത്തെ ആദം അനുസരണത്തിൽ വിജയിച്ചു, കുരിശുമരണത്തോളം വിജയിച്ചു. 2-ാമത്തെ ഹവ്വ വിജയിച്ചോ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിനി നിറവേറ്റു എന്ന് പറയുമ്പോൾ അവളും വിജയിച്ചു. ആദം ഹവ്വ എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം. ദൈവം പറയും തിന്നരുതെന്ന്, പക്ഷെ ഞാൻ പറയും തിന്നുന്ന്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു? എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. മാതാവ് എന്ന് പറഞ്ഞു? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് ഇനി നിറവേറട്ടെ. ഹവ്വ എന്ന് പറഞ്ഞു? ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം, പാമ്പിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ടം ഏതാ? ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നിങ്ങളുടെ ഇഷ്ടമാണോ? ഏതാ? ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ ഇഷ്ടമെങ്കിൽ നിങ്ങൾ നന്മയിൽ ജീവിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയില്ലേ? ആ പ്രാർത്ഥനയിൽ നമ്മൾ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ. എങ്ങനെയാ വരിക അങ്ങയുടെ രാജ്യം? എങ്ങനെയാ വരിക? അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പക്ഷെ നമ്മുടെ പ്രാർത്ഥന എന്താ? ഞങ്ങളുടെ തിരുമനസ് ഭൂമിയിലെ പോലെ സ്വർഗത്തിലുമാകണമേ. അല്ലേ? എനിക്ക് IELTS പാസ്സാവണം, എൻ്റെ ഭൂമിയിലെ തിരുമനസ് സ്വർഗത്തിൽ ശരിയാക്കണേ. എനിക്ക് വീടില്ല, എനിക്ക് വീട് വേണം. ഭൂമിയിൽ എൻ്റെ മനസ്സ് ഭൂമിയിലെ പോലെ സ്വർഗത്തിലുമാകണമേ. പുണ്യാളാ കേൾക്കണേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെയാണ് ദൈവം പറയുന്നത്, മറിയം പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതുകൊണ്ടാണ് സഭ മറിയത്തിനെ എന്ത് വിളിക്കുന്നത്? 2-ാമത്തെ ഹവ്വ. ഒറിജിൻ പിതാവ് വിളിച്ചത്, അർണീസ് പിതാവ് വിളിച്ചു. 2-ാമത്തെ ഹവ്വ അനുസരണം കൊണ്ട് കീഴടങ്ങി. അതാണ് അനുസരണം. 2-ാമത്തെ ഹവ്വ. പരിശുദ്ധ പറയുന്ന മറ്റൊരു പദമാണ് കൃപാസനം. കൃപാസനം കേട്ടിട്ടുണ്ടോ? കൃപാസന മാതാവ് അല്ലേ? എന്താ സംഭവം? കൃപാസന മാതാവ് എന്താ പറയാൻ കാരണം? കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മൾ സാധാരണ വേറെ പേരിലാണ് പറയാറ്. എന്താ ഈ കൃപാസനം? അത് ആലപ്പുഴയിലുള്ള എന്തോ ഒരു സംഭവമാണ്. കൃപാസന മാതാവ് അത് ഭയങ്കര പവർഫുൾ മാതാവാണ്. ഈ മാതാവൊക്കെ എന്ത് മാതാവ്? ആ മാതാവാണ് മാതാവ് എന്ന് പറഞ്ഞ വിഗ്രഹാരാധനയാ. മനസ്സിലായോ? നമ്മുടെ പള്ളിത്തെ മാതാവ് എന്ത് മാതാവ്? അതൊക്കെ ആലപ്പുഴയിലത്തെ കൃപാസന മാതാവ്, അല്ലെങ്കിൽ വേളങ്കണ്ണിലത്തെ മാതാവ്. അത് മാതാവൊക്കെ ഒരു മാതാവ് എന്ന് പറയുന്നതിന് എന്ത് പറയും? വിഗ്രഹാരാധന. പച്ചയ്ക്ക് പറയും വിഗ്രഹാരാധന. എത്ര മാതാവുണ്ട്? എത്ര മാതാവുണ്ട്? ഒരു മാതാവുള്ള മാതാവ് എവിടെയാ? എവിടെയാ? സ്വർഗത്തില്. അതല്ലേ സ്വർഗാരോപണം ചെയ്തു നമ്മൾ വിശ്വസിക്കുന്നത്? അല്ലേ? അല്ലേ? അതെ. അപ്പൊ എന്തുകൊണ്ടാണ് മാതാവിന് കൃപാസനം എന്ന് പറയുന്നത്? കൃപാസനം എന്ന് പറയുന്നത് എൻ്റെ മറ്റൊരു പേരാണ്, കറക്റ്റ് വാക്ക്, വാഗ്ദാന പേടകം. ലുത്തിനിയിൽ നമ്മൾ ചൊല്ലുന്നില്ലേ, വാഗ്ദാനത്തിൻ്റെ പേടകമേ? എന്താണ് അർത്ഥം? വാഗ്ദാന പേടകത്തിൽ പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് ആവസിച്ചു. മനസ്സിലായോ? ദൈവം വന്നിറങ്ങി.
പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവാണ് വരിക. വാഗ്ദാന പേടകത്തിൽ പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും ഒന്ന് ആവസിച്ചു. അതാണ് വാഗ്ദാന പേടകം, കൃപാസനം. അതുപോലെ മറിയത്തിൽ വചനം മനുഷ്യനായി ഉരുവാകുമ്പോൾ പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും ഒന്നിച്ചാവസിച്ചു. അതിനാ പറയുന്നത് വേറെ കൃപാസന മാതാവ്. ക്ലിയറായോ? അല്ലാതെ വേറൊരു മാജിക്കും അല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ട് കൃപാസനം എന്ന് പറയുന്നത്. ചിലരൊക്കെ ചോദിക്കും, ലുത്തിനിയെ ചൊല്ലുമ്പോൾ നമ്മൾ എന്തിങ്ങനെ മാതാവിന് ഇങ്ങനെ കുറേ പുകഴ്ത്തുന്നത്? ലുത്തിനിയയിൽ രക്ഷകൻ്റെ മാതാവേ, സൃഷ്ടാവിൻ്റെ മാതാവേ. ആരിനെ പുകഴ്ത്തിയത്? ഒന്ന് പറയുന്ന ആരിനെ പുകഴ്ത്തിയത്? ലുത്തിനിയെ കുറേ ചൊല്ലിക്കൂട്ടാറല്ലേ? സ്വർണ്ണാലയമേ, ദാവീദിൻ്റെ കോട്ടയെ. ആരിനെ പുകഴ്ത്തണത്? ഉറക്കം പറയേ. മാതാവിനെയാ? കർത്താവിനെയാ? മിശിഹായുടെ മാതാവേ. മിശിഹയാണ് ഇമ്പോർട്ടൻ്റ്. മിശിഹായുടെ മാതാവ്. രക്ഷകന്റെ മാതാവേ. രക്ഷകനാണ് ഇമ്പോർട്ടൻ്റ്. രക്ഷകന്റെ മാതാവ്. സൽബുദ്ധിയുടെ മാതാവ്. സൽബുദ്ധി പരിശുദ്ധാത്മാവിന് യേശുക്രിസ്തുവിനെ ഉദ്ദേശിക്കുന്നത്. സൃഷ്ടാവിൻ്റെ മാതാവേ. സൃഷ്ടാവ് ആരാണ്? മനസ്സിലാവുന്നുണ്ടോ? സ്വർണ്ണാലയമേ. സ്വർണത്തിൻ്റെയാണ് ആലയം. സ്വർണം ഈശോ. സ്വർണത്തിൻ്റെ ആലയം മാതാവ്. ദാവീദിൻ്റെ കോട്ടയെ. ദാവീദ് ഈശോ, ദാവീദിൻ്റെ പുത്രൻ. അതിൻ്റെ ആലയം. വല്ലതും മനസ്സിലായോ? ലുത്തിനെ ചൊല്ലുമ്പോൾ മാതാവിനുള്ള പ്രാർത്ഥന വിചാരിച്ചിരിക്കുക. ഈശോയോട് പറയണ്, നിന്റെ ഈശോയുടെ മാതാവേ, ഈശോയുടെ മാതാവേ, ഈശോയുടെ മാതാവേ, ഈശോയുടെ മാതാവ്. ഇതാ പറഞ്ഞുകൊണ്ടിരിക്കണത്. പിന്നെയാണ് മാതാവിൻ്റെ അവതാരണത്തിലേക്ക് വരുന്നത്. തിരുസഭയുടെ രാജ്ഞി, കർമ്മല സഭയുടെ രാജ്ഞി, ജപമാലയുടെ രാജ്ഞി. ആദ്യം എന്താ പറയുന്നത്? മിശിഹായുടെ മാതാവേ, രക്ഷകന്റെ മാതാവേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. വളരെമുയർത്തി ഹല്ലേലൂയാ. മധുരം വീശി ഹല്ലേലൂയാ. ഞാനീ പറഞ്ഞത് എന്താണെന്നറിയാമോ? ശരിയായ ചിത്രം പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേൾക്കണം. ഇന്നാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരാൾ വന്നിട്ട് പറയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അവതാരമാണ് മാതാവ്. എന്തിങ്ങനെ പറയുന്നത്? യേശു ക്രിസ്തുവിന് മനുഷ്യനാവണമെങ്കിൽ മാനുഷിക സത്ത കിട്ടണം. ഈ മാനുഷിക സത്ത കിട്ടണമെങ്കിൽ മനുഷ്യനിൽ നിന്ന് ജനിക്കണം. അപ്പോൾ മറിയം ദൈവമായ യേശുവിന് ജനിക്കാൻ പറ്റുമോ? മനുഷ്യനാവാൻ പറ്റുമോ? മറിയം ദൈവമായാൽ യേശുവിന് മനുഷ്യനാവാൻ പറ്റുമോ? പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ അവതാരമാണ് മാതാവ്. ഒരു സഭക്കാർ പറയണം. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണോ മനുഷ്യനാണോ? മനുഷ്യനല്ലേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അത് ശരിയാവൂലേ, മറിയുമ്പോൾ ഭയങ്കര സംഭവമായി. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അവതാരമാക്കി. പഴയ നിയമത്തിൽ ജ്ഞാനം എന്ന് പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ അവതാരമാണ് മാതാവ്. പഴയ നിയമത്തിൽ നോക്കൂ, ജ്ഞാനം, അവൾ എന്ന് പലവട്ടം പറയുന്നുണ്ട്. അത് ശരിയാണോ? ജ്ഞാനം, അവിടെ ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, അല്ലാതെ മാതാവിനെയല്ല. അപ്പം എന്താ അവൾ എന്ന് പറയണേ? ഹിന്ദി ഭാഷയിൽ അറിയണവർക്കറിയാം. ഹിമാലയത്തിനെ അവനെന്നും കടലിനെ അവൾ എന്നും പറയും. കടൽ പെണ്ണായിട്ടാണോ അവൾ എന്ന് പറഞ്ഞത്? ആണോ? എന്താ കാരണം? അതിൻ്റെ ഭാഷ അങ്ങനെയാണ്. നപുംസകലിംഗം ഇല്ല, പുല്ലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗം ഉള്ളൂ. അപ്പോൾ ഹിമാലയം ആകുമ്പോൾ അവൻ. മനസ്സിലാവുന്നുണ്ട്? പുഴ അവൾ, മരം പുരുഷൻ. അങ്ങനെ ഭാഷയുടെ പ്രത്യേകതയുണ്ട്. അതുപോലെ ഈ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ജ്ഞാനം എന്ന് പറഞ്ഞ സ്ത്രീലിംഗമാണ് അവൾ, അല്ലാതെ മാതാവായിട്ടൊന്നുമല്ല. ഈ ഭാഷ പഠിക്കാണ്ട് എന്ത് സംഭവിക്കും? ബൈബിളിൽ മലയാളം വായിച്ചിട്ട് പറയണം, ബൈബിളിൽ ജ്ഞാനം അവൾ, ജ്ഞാനം അവളാണ്. അപ്പം ആ ജ്ഞാനത്തിൻ്റെ അവതാരമാണ് മാതാവ്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന സഭകളുണ്ട്. ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മ, സഭയുടെ രാജ്ഞി, സ്വർലോക മാതാവ്, നമ്മുടെ അമ്മ, സ്വർഗാരോപിത രാജ്ഞി. വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാവണം. അതും ഇതും പറഞ്ഞതല്ല വിശ്വസിക്കേണ്ടത്. പുകഴ്ത്തി ദൈവമാക്കാൻ പാടില്ല. ഇകഴ്ത്തി മനുഷ്യനേക്കാളും താഴ്ന്നതാക്കാനും പാടില്ല. വിശുദ്ധ പദവി പോലും ഇല്ലാതെ ചിലർ പറയാണ്. ഒരിക്കലും പെന്തോസ്തേർ പറഞ്ഞ സംഭവമാണ്, മറിയം ദൈവമാതാവല്ല,
മറിയം ദൈവത്തിൻ്റെ ദാസിയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മറിയം പറഞ്ഞിട്ടുണ്ട്. അത് കാരണം മറിയം ദാസിയാണ്. ഇതാ കർത്താവിൻ്റെ ദാസെന്ന് യേശു സ്വയം പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ പറ്റിയുള്ള പ്രവചനങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ യേശു ക്രിസ്തു ദൈവമല്ല ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ ദൈവമാതാവെന്ന് എലിശമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് നിറഞ്ഞേ, അതിന് മേലെ തെളിവ് വേണം. പ്രൈസ് ദി ലോർഡ്.